കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ CPM നേതാക്കൾ വിചാരണ നേരിടണമെന്ന് PMLA കോടതി. നേതാക്കൾക്കെതിരെ തെളിവുണ്ട്. MK വർഗീസ്, K രാധാകൃഷ്ണൻ, AC മൊയ്തീൻ അടക്കമുള്ള നേതാക്കളാണ് വിചാരണ നേരിടേണ്ടത്. അടുത്ത മാസം 4-ന് കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്നാണ് നിർദ്ദേശം. ആജ്ഞ രവീന്ദ്രൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ആജ്ഞ, CPM-ന്റെ വലിയൊരു പോരാട്ടം, നിയമപോരാട്ടം ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട്. പക്ഷേ കോടതിയിൽ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. തെളിവുകൾ പ്രതികൾക്ക് പ്രതികൂലമാണ്. എന്താണ് കോടതിയുടെ പരാമർശം? രഞ്ജിത്ത്, കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട CPM ഉൾപ്പെടെ കേസിൽ പ്രതിയാണ്. അതേസമയം തന്നെ നേരത്തെ 28 പേരായിരുന്നു പ്രതിപട്ടികയിലുണ്ട്. ഈ 28 പേരും പ്രതികളാണ്. ഇവർക്ക് സമൻസ് അയക്കാനുള്ള നിർദ്ദേശമാണ് PMLA കോടതി നൽകിയിരിക്കുന്നത്. ED സമർപ്പിച്ച അനുബന്ധ കുറ്റപത്രം കൂടി ചേർത്താണ് ഇപ്പോൾ PMLA കോടതി ഇത്തരത്തിലൊരു വിധിയിലേക്ക്, ഇത്തരത്തിലൊരു ഉത്തരവിലേക്ക് കടന്നത്. അതായത് കള്ളപ്പണം ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ, അത് പ്രധാനമായിട്ടും ഒരേ ഈടിൽ തന്നെ നിരവധി വായ്പകൾ അനുവദിച്ചും അതുപോലെ തന്നെ വായ്പകൾ ക്രമരഹിതമായി അനുവദിച്ചുമാണ് ഇത്തരത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടപടിക്രമങ്ങൾ നടന്നിട്ടുള്ളത് എന്നാണ് കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് EDയുടെ കുറ്റപത്രം, അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്. ആ കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ PMLA കോടതി CPM അടക്കം ഇതിൽ പ്രതിയാണ് എന്ന കാര്യം പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത്. ഇത് നേരത്തെ അതുപോലെ ഭാരതീയ BNS പ്രകാരം ഇപ്പോൾ ഇത്തരത്തിൽ കുറ്റപത്രം സമർപ്പിച്ചവർക്കെതിരെ ഈ വിചാരണ തുടങ്ങുന്നതിന് മുൻപ് തന്നെ നോട്ടീസ് നൽകി പ്രതികൾക്കെതിരെ കുറ്റം നിലനിൽക്കുമോ എന്നുള്ള വാദം കേൾക്കണം. അതിന്റെ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. അതേസമയം BNSലെ 223 സെക്ഷൻ സബ് ക്ലാസ് 1 പ്രകാരം പ്രതികളുടെ ഭാഗം കോടതി വിശദമായി കേട്ട ശേഷമാണ് 28 പ്രതികൾക്കെതിരെ ഇപ്പോൾ PMLA കോടതിയിൽ ED അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചത്. ഇതിൽ പുതുതായി ചേർക്കപ്പെട്ട എല്ലാവർക്കുമെതിരെ വിചാരണ തുടങ്ങാമെന്ന് തന്നെയാണ് കോടതി മുന്നോട്ട് വയ്ക്കുന്നത്. അതുമാത്രമല്ല, കൃത്യമായി തെളിവുണ്ട്, പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ട് എന്ന് തന്നെയാണ് K രാധാകൃഷ്ണൻ MP, അതുപോലെ AC മൊയ്തീൻ തുടങ്ങിയ ആളുകൾക്കെതിരെ വ്യക്തമായ തെളിവുണ്ട് എന്ന് തന്നെയാണ് കോടതി മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ 28 പേർക്കും CPM പാർട്ടി അടക്കം ഇതിൽ പ്രതിയാണ്. 28 പേർക്കും അടിയന്തരമായി സമൻസ് അയക്കാൻ തന്നെയാണ് കോടതി നിർദ്ദേശം. രഞ്ജിത്ത്.